ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അൺബോക്സിങ് ചെയ്ത വൈഫൈ CCTV ക്യാമറയുടെ ഒരു പ്രോബ്ലം സോൾവിങ് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ ഉണ്ട്. അതിൽ നിരവധി കമൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, അതുപോലെ തന്നെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങളുള്ള മിക്ക പ്രോബ്ലം സോൾവിങ്ങും നമ്മൾ ഈ വീഡിയോയിലൂടെ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2K ആവാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് QR കോഡ് സ്കാൻ ആയില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ്. അപ്പോൾ QR കോഡ് സ്കാൻ ആയില്ലെങ്കിൽ നമുക്ക് അല്ലാതെ AP ഹോട്ട്സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. ഗൈസ്, നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പ്ലസ് ഐക്കണിലൊന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ക്യാമറ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഗൈസ്, അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. കണ്ട ഗൈസ്, എന്നിട്ട് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ വരും. കൊടുന്ന് ക്യാമറയിലൊന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ നമ്മളെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയുടെ QR കോഡ് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ഗൈസ്, അടുത്ത് വരുന്ന എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഇത് നമുക്ക് എവിടെ ഇരുന്ന് വേണോ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾ ഇത് വീട്ടിൽ റൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിൽ ഈ ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം മിക്ക ആൾക്കാരും AP ഹോട്ട്സ്പോട്ടിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ മാറ്റണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ക്യാമറയുടെ 3 ഡോട്ടിലുള്ള സെറ്റിങ്സിൽ പോവുക. നമുക്ക് നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളെ വീട്ടിലുള്ള റൂട്ടറിൻ്റെ വൈഫൈ നെയിമും പാസ്വേഡും കൊടുത്താൽ നമുക്ക് എവിടെ വരുന്ന വേണമെങ്കിൽ ഈ ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗൈസ്, അടുത്ത കമൻറ്റാണ് ഈ ക്യാമറയുടെ ഫോണിലുള്ള QR കോഡ് ക്യാമറ ആയിട്ട് സ്കാൻ ആവാത്തത്. അപ്പോൾ നിങ്ങളൊരു 10 to 30 മീറ്റേഴ്സിനുള്ളിൽ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഫുള്ളാക്കി വെച്ചിട്ട് വേണം കൊടുക്കാനുള്ളത്. അപ്പോൾ വെളിയിലൊക്കെ ഉള്ള ഔട്ട്ഡോർ ക്യാമറ ആണെങ്കിൽ നമ്മൾ അകത്തെടുത്ത് വെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് വെളിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഈ QR കോഡ് ഗ്ലെയർ അടിച്ച് വർക്കാവത്തില്ല. ഗൈസ്, അടുത്ത് വരുന്ന ഒരു കമൻറ്റാണ്, ഇത് ഓണും ഓഫും ആകുമ്പോൾ ഉള്ള വോയിസ് പ്രോംപ്റ്റ് എങ്ങനെ ഓഫ് ചെയ്യാമെന്നാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ക്യാമറയുടെ സെറ്റിങ്സിൽ തന്നെ വരണം. സെറ്റിങ്സിൽ വന്നിട്ട് നമുക്ക് താഴോട്ട് പോയാൽ വോയിസ് പ്രോംപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ഓഫ് ചെയ്തിട്ടാൽ ഓണും ഓഫും ആവുന്ന സമയത്തുള്ള ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അത് ഓഫ് ആവുന്നതാണ്. അടുത്ത് നമുക്കുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അലാറം നമുക്ക് വരാത്തതാണ്. അപ്പോൾ ചിലവർക്കൊന്നും SD കാർഡ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ക്യാമറയിൽ എവിടെയായിട്ട് ആണം എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഓൺ ചെയ്തിട്ടാൽ നമുക്കത് ക്യാപ്ചർ ചെയ്തിട്ടിരിക്കും. നമുക്ക് എപ്പോൾ വേണോ ഈ ഹൗസ് കീപ്പർ എന്നുള്ള ഓപ്ഷനിൽ കയറി നമുക്ക് ആ സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. നമ്മൾ റീസെൻ്റായിട്ട് CP+ൻ്റെ E24A എന്ന് പറയുന്ന ഒരു മിനി ക്യാമറയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരും കണ്ടിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ കയറി കാണേണ്ടതാണ്. നമുക്ക് ലോ ബഡ്ജറ്റിൽ തന്നെ ഒരു വൈഫൈ CCTV ക്യാമറ വാങ്ങാൻ പറ്റും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ബൾബ് ക്യാമറ അതുപോലെ തന്നെ ഈ ക്യാമറയുടെയും വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ CCTV ക്യാമറയുടെ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തടുത്ത് ഇനി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് 2K ആവാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗൈസ്, മറ്റൊരു കിട്ടുന്ന വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.